മട്ടൺ, ചിക്കൻ, മീറ്റാണ് അവിടെ കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല. കഴിച്ചു ഇത് ഒരുമാതിരി എന്നും രാവിലെ എത്ര ആണെങ്കിലും മനസ്സുകൊണ്ട് വേദനിക്കത്തില്ലേ ചേച്ചി? തീർച്ചയായിട്ടും വേദനിക്കും. എൻ്റെ മക്കള് രണ്ടുപേർക്കും ബാധ്യത ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അമ്മയുടെ താല്പര്യമല്ല, അവർക്കിപ്പോൾ സന്തോഷമായി, എങ്ങനെയെങ്കിലും ബാധ ഒഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ്. എൻ്റെ മക്കൾക്ക് അവരങ്ങനെയുള്ള മക്കളല്ല. എൻ്റെ മക്കളായാലും വരുമാനായാലും എല്ലാവരും എൻ്റെ മക്കൾ തന്നെ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ജയപ്രകാശിൻ്റെ ഒരു യൂണിവേഴ്സിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു വിവാദം വന്ന സമയത്തും ഞാൻ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും ഞാൻ അധികം റെഫർ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പോയിരുന്നില്ല. എന്നാലും നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വിഷയം എന്താണ്, ആ കോൺട്രവേഴ്സി എന്താണെന്നുള്ളതൊക്കെ അറിയായിരുന്നു. അന്നേ ഞാൻ ആലോചിച്ചിരുന്നു ഇത് എന്ത് തരം ജീവിതമാണ് എന്ന് ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സാധനം ചെയ്യേണ്ടെന്ന് കരുതി വിട്ടു. കാരണം കുറേ വയസ്സായിട്ട് രണ്ടുപേരും കല്യാണം കഴിച്ചതല്ലേ, ഇനി അവരവരുടെ ജീവിതമായിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ വന്നത്. ആ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പാവൻ ചേച്ചി കഷ്ടപ്പെട്ടിരുന്ന് മെഴുകുന്നുണ്ട്. കാരണം ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരു അബദ്ധം ആയതുകൊണ്ടാണ് കഷ്ടപ്പെട്ടിരുന്ന് മെഴുകുന്നുണ്ട്. ആ മെഴുകൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, അച്ചടോ എന്താ ചെയ്യുക. കാരണം അറിയാണ്ട് വ്ളോഗിൽ വന്ന് പലതും കയറി പറഞ്ഞും പോയി. ഇനിയിപ്പോൾ അത് മാറ്റുക എന്നുള്ളത് എൻ്റെ സൈഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിൽ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ആങ്കറുടെ സൈഡിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആൾക്കാർ, കുറ്റക്കാർ എന്നുള്ള രീതിയിലെ കുറേ ആംഗിളും കണ്ടു. അപ്പോഴാണ് ഞാൻ കരുതിയത് ഇനി ഇതെടുത്ത് സംസാരിക്കാം. കാരണം ഇങ്ങോട്ടായിട്ടൊരു ബോൾ ഇട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ബോൾ വെറുതെ സൈഡിൽ കൂടെ ഇടേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് വെറുതെ കാലൊക്കെ വെച്ചൊന്ന് തട്ടിക്കൊടുക്കാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ യൂണിവേഴ്സിലോട്ട് കടക്കുന്നതും ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നതും. ഇല്ലെങ്കിൽ പ്രായമായ ആൾക്കാരല്ലേ, അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഇത്രയും കാലം ജീവിക്കും, അതിൻ്റെ ഇത്രയും പേഴ്സൻറ്റേജ് ഞങ്ങൾ ജീവിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിട്ടതായിരുന്നു. പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ സംസാരിച്ച് പോവുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം, ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞു 2-3 കമൻസ് കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയില്ല ഞാൻ വീഡിയോയിൽ എവിടെയാണ് ചിരിച്ചേ എന്നുള്ള കാര്യം. ഞാൻ ചിരിച്ചിട്ടെടുക്കുന്ന ഒരു വീഡിയോ അല്ല ഇത്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടേ അറിയാം. കളിയാക്കേണ്ട കണ്ടൻറ്റ് വരെ വളരെ വൃത്തിയിൽ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ ഭയങ്കര സൈലൻ്റ് ആവും. ഞാൻ ചിലപ്പോൾ തല താഴ്ത്തും. അത് കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് തോന്നിയതാണോ എന്നെനിക്കറിയില്ല. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ചിരിച്ച് സംസാരിക്കാൻ മാത്രം ആ പോലീസുകാരുടെ അത്ര ബുദ്ധിയില്ലാത്തവളല്ല ഞാൻ എന്നുകൂടി പറയുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദാറ്റ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാത്തിൻ്റെയും ഒരു തുടക്കമാണ്. അപ്പോൾ ഈ 2 കപ്പിൾസിനെയും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നന്നായിട്ട് അറിയുന്നത്. ഇവരുടെ മോള് വ്ളോഗിങ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ വിവാഹം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഈ അമ്മ കുറേ ഏജ് ആയിട്ടുള്ള ആളാണ്, കല്യാണം കഴിച്ച ആളും അത്യാവശ്യം ഏജുള്ള ആളാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇത്രയും ഏജ് ആയ ആൾ മക്കൾ ഇനീഷ്യേറ്റീവ് എടുത്ത് കല്യാണം കഴിപ്പിക്കുമ്പം എന്തായാലും അത് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷനാണ്. അങ്ങനെ ഇവർ വൈറൽ കപ്പിൾസായി. ഓഫ് കോഴ്സ് ഇവരുടെ അടുത്ത് പോയിട്ട് വീണ്ടും വ്ളോഗ് എടുത്ത സമയത്ത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന എന്ന് വെച്ചാൽ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് ആ ഒരു വ്ളോഗിൻ്റെ ടൈമിൻ്റെ ഇടയിൽ വരെ ഉണ്ടായിരുന്ന വീഡിയോസിൻ്റെ താഴെ ഫ്രീക്വൻ്റ്ലി വന്നിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു, എന്താ അമ്മയ്ക്ക് പറ്റിയത്, അമ്മ ഭയങ്കര മെലിഞ്ഞു പോയല്ലോ, ക്ഷീണിച്ചു പോയല്ലോ, അമ്മേൻ്റെ ഉഷാറാകെ പോയല്ലോ എന്നൊരു സാധനം വന്നു. അതിപ്പോൾ നമ്മൾ ചില ആൾക്കാരുടെ വ്ളോഗ് കണ്ടിന്യൂസ് ആയി കാണുന്ന ആളാണെങ്കിൽ അവരിൽ വരുന്ന ചെറിയ ചേഞ്ചസ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു കമൻറ്റ് വീഡിയോൻ്റെ താഴെ വന്നത്. അങ്ങനെ വീഡിയോൻ്റെ താഴെ ഈ ഒരു കമൻറ്റ് വന്നതോടുകൂടി ആ കമൻറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു വ്ളോഗിൽ ചോദിക്കുകയാണ് അമ്മേൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്, അമ്മേൻ്റെ ഒരു വാട്ട് 18 ഡേ എങ്ങനെയാണ്. അതിന് അമ്മ കൊടുക്കുന്ന റിപ്ലൈയിലെ കുറച്ച് മേജർ ഭാഗങ്ങൾ ഒന്ന് നിങ്ങൾ ഓർമ്മയിലോട്ട് വേണ്ടി ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ പറഞ്ഞു വന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിപ്പോ 3-4 മാസമായില്ലേ. അപ്പൊ അത് പോട്ടെ. നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ Q&Aയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ് ഒരു ദിവസത്തേന്ന്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്കിൾ അങ്ങ് വളരെ സുന്ദരനായി, ഭയങ്കര സെറ്റ് ആയിരുന്നു, പക്ഷെ അമ്മ അങ്ങോട്ട് ക്ഷീണിച്ചു പോയി, അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? അമ്മ വാട്ട് ഹാപ്പൻ, എന്താ അങ്കിൾ ചെയ്തത്? സ്ട്രോങ് ആണ്, ആള് സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഡേയിലുള്ള ലുക്കിൽ നിന്നുള്ള സംഭവം തെറ്റാണെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്കിപ്പോ പറയാം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ്. രാവിലെ എന്ത് കഴിക്കും, ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുവോ, രാത്രി എന്തെങ്കിലും കഴിക്കുവോ, അതാണ് ഇന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒന്നും കഴിക്കാറില്ല.
ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റിൽ പറഞ്ഞായിരുന്നു. ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറഞ്ഞു. മുട്ട വെറൈറ്റി മുട്ടസാണോ? മുട്ട ബോയിൽ ചെയ്ത് കഴിക്കും. പിന്നെ ഗീല് വെറുതെ റോസ്റ്റ് ചെയ്ത് എന്നിട്ട് പെപ്പറും സോൾട്ട് മാത്രം ഇടും. ഇങ്ങനെയാണ് ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ സവാളയൊന്നും ഇല്ല. ഒന്നുമില്ല. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും വാൾനട്ട്സും ഇടും. അത് ഒരുപാടില്ല, കുറച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിടും. മട്ടൺ ചിക്കൻ മീറ്റാണ് അവിടെ കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല. കഴിച്ചങ്ങ് ഇത് ഒരുമാതിരി എന്നും രാവിലെ ഇങ്ങനെ ചെയ്യും. എന്നും കഴിച്ചോണ്ടിരുമ്പോ എനിക്കങ്ങ് വല്ലാതെ എനിക്ക് ഇഷ്ടക്കേട് പോലെ തോന്നി. അപ്പൊ ഞാൻ അതിന്റെ അത് ഇപ്പം കുറച്ചാണ് ഇങ്ങനൊക്കെ ഇടാറുണ്ട്. ചിലപ്പോ ഞാൻ ഇച്ചിരി സോസൊന്നും വാങ്ങിച്ചു തരില്ല. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ്, കാരണം എനിക്ക് ബോയിൽ ചെയ്ത് എഗ് ഇത് മാത്രമാകുമ്പോ എനിക്കൊരു വല്ലാതെ തോന്നി. ശീലമില്ലല്ലോ. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞപ്പോ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്ന്. അപ്പൊ അതില് ഇടയ്ക്ക് അതിൽ ചെയ്യും. പിന്നെ ഇപ്പം ചെറിയ സവാളയല്ല, ചെറിയ ഉള്ളിയും ഇച്ചിരി പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് പോലെ ആക്കി അതും ഗീല ചെയ്യുന്ന നമ്മൾ സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലെ സാധാരണ കുറച്ച് നട്ട്സ് കൂടി ഇടുവന്നേ ഉള്ളൂ. നട്ട്സും വാൾനട്ട്സും. ഇതാണ് അന്ന് വൈറലായൊരു പീസ്. ഈ ചോദിച്ച സമയത്ത് ഇവർ കൊടുത്ത റിപ്ലൈ. ഇതിൽ ഇനിയും പീസുകളുണ്ട്. ഞാനൊരു മേജർ പീസസ് മാത്രമാണ് എടുത്തത്. അപ്പോൾ ഇതിൽ അവർ കൺവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ മീൻസ് ആളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫുഡ് റൂട്ടീനാണ്. ആ ഫുഡ് റൂട്ടീൻ പ്രകാരം ഇവർ വെജിറ്റബിൾസ് വീട്ടിൽ വാങ്ങില്ല, ഇവർ ഫ്രൂട്ട്സ് വീട്ടിൽ വാങ്ങില്ല. ഇവരാകെ വാങ്ങുന്നത് ചിക്കനും മട്ടനും, പിന്നെ കുറച്ച് വാൽനട്ട്സും, പിന്നെ കുറച്ച് നെയ്യും, പിന്നെ ഉപ്പും കുരുമുളകും. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫുഡ് പാറ്റേണിലോട് വന്നതായിരിക്കാം മേ ബി എന്നിൽ വന്ന ചേഞ്ചസ് എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ഇവർ തന്നെ ഈ വീഡിയോൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, എന്താണ്, എനിക്ക് ചില നേരം മടുക്കും, എനിക്ക് ചില നേരം ഈ ടേസ്റ്റ് അങ്ങ് ഇഷ്ടമാവില്ല, നമ്മൾ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, നമ്മളെങ്ങനെ ഇങ്ങനത്തെയൊക്കെ കഴിക്കുക, ഞാൻ എന്നിട്ട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും എനിക്കൊരു സോസ് വാങ്ങി തരാം, അപ്പം എനിക്കൊരു സോസ് എനിക്ക് വാങ്ങി തരും. ഈ രീതിയിലാണ് ഇവരുടെ ബ്ലോഗ് ഇട്ടത്. ഇത് കാണുന്ന അരിയാഹാരം തിന്നുന്ന മനുഷ്യന്മാർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഫുഡ് പാറ്റേണിനോട് ഇവർക്ക് താല്പര്യമില്ല. ഇവരെ ഹസ്ബൻഡ് ഈ ഫുഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇവർ ഫോളോ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും, ഇപ്പോൾ എൻ്റെ ബ്രദർ ഡയറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ബ്രദർ. അപ്പോൾ ആൾ കംപ്ലീറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് എടുക്കുന്ന ഒരാളാണ്. ആൾക്ക് ആളുടേതായ രീതിയിലുള്ള ഫുഡ് പാറ്റേൺ ഉണ്ട്. ആൾ ചിലപ്പോൾ വളരെ കുറച്ച് ചോറൊക്കെയാണ് കഴിക്കുക, ഷുഗർ ഐറ്റംസ് കഴിക്കൂല, ആൾ ബേക്കറി കഴിക്കൂല, ഞാൻ വാങ്ങുന്ന ചില ഫ്രൂട്ട്സ് ഒന്നും ആൾ കഴിക്കൂല. അങ്ങനെയാണ്. എന്ന് കരുതി ഞാൻ കഴിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വാങ്ങും, ഞാൻ കഴിക്കും. ഏട്ടന് ഇഷ്ടമാണ് ഏട്ടൻ കഴിക്കട്ടെ, ഏട്ടന് ഇഷ്ടമല്ല ഏട്ടൻ്റെ ഡയറ്റ് പ്ലാൻ അതാണെങ്കിൽ ഏട്ടൻ അതിൽ പോയിക്കോട്ടെ, ഐ റെസ്പെക്ട് ചെയ്യും. അങ്ങനെ നിന്നൂടെ എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കാം അല്ലേ? പുള്ളിക്കാരൻ അതാണ് ഇഷ്ടമെങ്കിൽ പുള്ളി മട്ടനും ഇതും മാത്രം കഴിച്ചുകൊണ്ട് നിൽക്കട്ടെ. നിങ്ങൾക്ക് എന്താ കുറച്ച് ഉള്ളി തക്കാളിയുമായിട്ട് ഒരു കറി വെക്കുന്നതിന്, ഒരു മുട്ട പൊരിച്ച് കഴിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈ ഏജിലാണ് ഒരു ഡയറ്റ് പാറ്റേൺ. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ ഫുഡ് കഴിക്കേണ്ട ഒരു ടൈമല്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഇവിടെ ഇവർ തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഒരു സോസ് വാങ്ങാൻ പറഞ്ഞാൽ പോലും മൂപ്പര് വാങ്ങി തരില്ല. ഞാൻ പിന്നെ നിർബന്ധിക്കുമ്പോഴാണ് മൂപ്പര് വാങ്ങി തരിക. അപ്പം അതിൽ കൂടെ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, പുള്ളിക്കാരൻ ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേഡീനെ അയാൾ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ലേഡിക്ക് ലേഡീൻ്റെതായ ഇഷ്ടങ്ങൾ നടക്കുന്നില്ല. ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാ മനുഷ്യന്മാർക്കും തോന്നും. നിങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ഭയങ്കര അടിച്ചുപൊളിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഈ ക്ലിപ്പിങ്സിലും നിങ്ങൾ ഈ പറഞ്ഞതിൽ കൂടെ എല്ലാ മനുഷ്യന്മാർക്കും ഇതാ കൺവേ ചെയ്യും. അപ്പോൾ ഈ കൺവീഡ് ആയിട്ടുള്ള മനുഷ്യന്മാർ വീഡിയോന് താഴെ നിറയെ കമൻറ്റുകൾ വന്നു. സോഷ്യൽ മീഡിയയിൽ വേഗം ഈ വീഡിയോ അങ്ങ് വൈറലായതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നു. ഡെഫിനറ്റ്ലി ആൾക്കാർ എടുത്തു, സംസാരിച്ചു, ഇതൊരു വിഷയമായി. അത്രയേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഈ ഒരു സാധനം കാണുന്ന ഏത് മനുഷ്യന്മാരും ഇത് തന്നെയാണ് പറയുക. ആൻഡ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ് കമൻ്റ് ഇട്ടത്. ആൻഡ് അതൊരു ഡിസ്കഷൻ ആയ സമയത്താണ് നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞത്. ആൻഡ് വീഡിയോ ഇട്ടത് നിങ്ങളാണ്. ഇവിടെ നാം എന്ത് തെറ്റാ ചെയ്തത് ചേച്ചി? പക്ഷെ ചേച്ചിയുടെ വർത്താനം കേട്ടാൽ തോന്നുന്നു ഞങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ വന്ന് ക്യാമറ ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്ത് നിങ്ങളുടെ കുടുംബബന്ധം തകർക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇൻ്റർവ്യൂയിലോട്ട് പോകാം. ഓക്കെ, കുറച്ച് പേര് എല്ലാ ജനങ്ങളും അല്ല, ചില ആളുകൾ ജനങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ അറിയാവുന്നവരും നമ്മുടെ നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്, ബന്ധുക്കൾക്കൊക്കെ അറിയാം നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് അറിയാം. പക്ഷെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരില്ലേ. അപ്പൊ അവരിൽ ചിലര്, എല്ലാവരും ഇല്ല, ഒരു 4-5 പേര് ഒരു ചാനലിന് വേണ്ടിയാണോ അവരുടെ ഉപജീവന മാർഗമായിരിക്കാം. പക്ഷെ നമ്മളെ എന്തിനാണ് ഇതിൽ കരുവാക്കിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് വ്യക്തിപരമായിട്ട് നമ്മളെ അടുത്തറിയാവുന്നവർക്കില്ലാത്ത പ്രശ്നം ഒരു ബന്ധം, ഒരു പരിചയം ഇല്ലാത്തവരിരുന്ന് കുത്തേണ്ട ആവശ്യമില്ലെന്നേ. ഇല്ല, അതെന്താണ്, നമ്മൾ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? അവരുടെ ചിലപ്പോൾ ഉപജീവന മാർഗമായിരിക്കാം, അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ അവർക്ക് വ്യൂവേഴ്സോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരാളെ ദ്രോഹിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷെ ഇതിൽ ജനങ്ങൾ ഇപ്പൊ കണ്ടോ, ഈ സാധനങ്ങളൊക്കെ കണ്ട സമയത്താണ് എനിക്ക് വീഡിയോ സംസാരിക്കണം തോന്നിയത്. ചേച്ചിയുടെ മോളാണെങ്കിലും ചേച്ചിയാണെങ്കിലും യൂട്യൂബിൽ കണ്ടന്റ് ഇടുന്നത് എന്തെങ്കിലും തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ടാണോ?
അല്ല. അതിൽ കൂടെ നിങ്ങൾക്കും കിട്ടുന്നത് എന്താണ്? പൈസയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂട്യൂബിൽ കൂടെ കിട്ടുന്നത് ഏർണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന അജിൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരു സാലറീൻ്റെ ബേസിസിലാണ്. ആൻഡ് ഈ ചാനലിൽ അവർ വീഡിയോ ഇടുന്നത് അവർക്ക് അതിൽ റീച്ച് കിട്ടിയിട്ട് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാ മനുഷ്യന്മാരുടെയും ഒരു ഏർണിംഗ് സാധനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മളില്ലാത്ത ഒരു കാര്യവും ഒരു റിയാക്ഷൻ വീഡിയോക്കാരും എടുത്ത് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു സാധനമാണ്. അങ്ങനത്തെ ഒരു സാധനം അപ്ലോഡ് ചെയ്യുമ്പോൾ റീചെക്ക് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അല്ലാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സാധനത്തിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കമൻ്റ് ഇടുന്നവരും റിയാക്ഷൻ വീഡിയോക്കാരും ലോകത്തുള്ള ആൾക്കാരും എല്ലാം അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് പറയാൻ പറ്റുന്ന കാര്യമല്ല. സോഷ്യൽ മീഡിയ ഇസ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. അവിടെ പോസിറ്റീവ്സും ഉണ്ടാവും, നെഗറ്റീവ്സും ഉണ്ടാവും. ഇത് രണ്ടും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യക്തികൾ മാത്രം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നാൽ മതി. അല്ല എനിക്ക് പോസിറ്റീവേ പറ്റൂ, എനിക്കത് മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ആൾക്കാർ വീഡിയോ എടുക്കുക, എന്നിട്ടൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആക്കുക, നിങ്ങളെ നല്ലത് പറയുന്ന ആൾക്കാരെ മുഴുവൻ കയറ്റുക, എന്നിട്ടിരുന്നിടുക. മനുഷ്യന്മാർ വ്യത്യസ്തരാണ്, വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്നത് പറഞ്ഞത്? നിങ്ങൾക്ക് ആ ചിക്കനും മട്ടനും കഴിച്ചിരുന്നാൽ പോരെ? എന്തായിരുന്നു വിഷയം? എൻ്റെ ഭർത്താവിന് ചിക്കനും മട്ടനും ഇഷ്ടമാണ്. നിങ്ങൾ എന്തിനാണ് ചിക്കനും മട്ടനും കഴിക്കാൻ നിന്ന്? നിങ്ങൾ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ചോറും കറിയും കഴിച്ച ആൾ എന്തിനാണ് ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ ചിക്കനും മട്ടനും കഴിക്കുന്ന? ആളുടെ പാറ്റേൺ ആൾ പോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റേണിൽ പോയാൽ പോരെ? എൻ്റെ കൊടിയിൽ എന്നെ വയ്യ, എനിക്ക് ശോഷെങ്കിലും വാങ്ങിത്താ എന്നൊക്കെ ഈ വീഡിയോയിൽ വന്ന് പറഞ്ഞത് നിങ്ങളാണ് ഇത് ഡിസ്കഷനുള്ള ഒരു കണ്ടന്റ് ഇട്ട് തന്നെ. നിങ്ങളുടെ ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതിന് കാരണക്കാരി നിങ്ങളാണ്. പറയുന്നൊരു കാര്യമുണ്ടമ്മേ, ചോറും മീൻകറിയും തോരനും അല്ലെങ്കിൽ ദോശയും ചമ്മതിയും കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. ആ സമയത്ത് നിന്ന് വിവാഹത്തിന് ശേഷം പ്രകാശ് ചേട്ടൻ പറയുന്നു, ഇനി ഇതൊന്നും കഴിക്കണ്ട, ഇനിയും ഈ ഡയറ്റും മുട്ടയും മാത്രം കഴിച്ചാൽ മതി. ഇതാണ് ചില ആളുകൾ പറയുന്നത്, വിമർശിക്കുന്നവർ. അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്താ? അയ്യോ, ഇതൊക്കെ സത്യത്തിന് നിരക്കാത്തതാണ്. അപ്പൊ ഞാൻ അവിടെ വരുമ്പോ പ്രകാശ് ചേട്ടൻ ഈ ഡയറ്റാണ്, ഈ ഇപ്പം ഫോളോ ചെയ്യുന്ന ഡയറ്റ് തന്നെയാണ്. ഞാൻ ഈ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്, താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല, നിർബന്ധവാശി പിടിച്ചിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഇത് നല്ലതാണ്, അതിന്റെ ബെനിഫിറ്റ്സും. മകനാണ് രോഹിത്താണ് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. രോഹിത് ഇതിന്റെ കോഴ്സൊക്കെ കഴിഞ്ഞു, അതിന്റെ അവിടെ പോളണ്ടില് നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നു. അത് ഒരുപാട് പേർക്ക് ബെനിഫിറ്റും ആണ്, ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. ഒരുപാട് ഷുഗർ പേഷ്യൻസ് ഒക്കെ. ആൻഡ് ഇവിടെ പറഞ്ഞ ഒരു സാധനം ഞാൻ ശ്രദ്ധിച്ചു. ആള് പറഞ്ഞു എൻ്റെ ഡയറ്റ് പാറ്റേൺ ഇതാണ്, വേണമെങ്കിൽ ഫോളോ ചെയ്യാം എന്നുള്ളൊരു സാധനം. പിന്നെ ചേച്ചി എന്താണ് ആ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്? ഒരു ടൊമാറ്റോ സോസ് പോലും വാങ്ങി തരില്ല എന്നുള്ളത്. ഒരു ടൊമാറ്റോ സോസിൻ്റെ കുപ്പി 110 രൂപയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ചേച്ചിക്ക് ടൊമാറ്റോ സോസ് പോലും വാങ്ങിത്തരാത്ത? എനിക്കത് അറിയില്ല. ഇനി ടൊമാറ്റോ സോസ് വാങ്ങിത്തരില്ലെങ്കിലും ഇപ്പോഴാണ് അതിലോട്ട് കുറച്ച് ഉള്ളി വരെ വാങ്ങിത്തരുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് വാങ്ങിത്തരാത്തത്? ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കിത് വാങ്ങിത്തരും എന്ന രീതിയിലാണ് പറയുന്നത്. വൈ ഡു യു വാണ്ട് ടു റിക്വസ്റ്റ്? പുള്ളി ഇത് കഴിക്കാൻ മാഡത്തിനെ ഫോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ മാഡം എന്തിനു റിക്വസ്റ്റ് ചെയ്യണം? അപ്പം മാഡം ഇതല്ല കഴിക്കുന്നതെങ്കിൽ മാഡത്തിന് ബാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എത്തിച്ച് തരിക ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ പാർട്ട്ണർ. എന്തുകൊണ്ടായി ചെയ്തില്ല? അവിടെ മാഡത്തിൻ്റെ ചോദ്യവും മാഡത്തിൻ്റെ റിക്വസ്റ്റും വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ലേ? ഇത് ഞാനല്ല പറഞ്ഞത്, തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ മാഡമാണ് പറഞ്ഞത്. അപ്പോഴല്ലേ മാഡം ഇതൊരു ഡിസ്കഷൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മളൊക്കെ ഏകദേശം, ഞാൻ ന്യൂട്രീഷൻ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല, എന്നാലും സാമാന്യ ബുദ്ധി വിവരം ബോധമുണ്ട്. എല്ലാവരുടെ ബോഡിയിലും പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും വൈറ്റമിൻ ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും വേണ്ട ഒരു സാധനമാണ്. 24 മണിക്കൂറും ചിക്കൻ കഴിക്കാൻ പറയുന്ന, ചിക്കനും മട്ടനും മാത്രം കഴിക്കാൻ പറയുന്ന ഒരു ഡയറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. പച്ചക്കറി, വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല എന്ന്. റിയലി ഷോക്ക്ഡ് ആണ്. ഈ ഡയറ്റ് കേട്ട സമയത്ത് ഞാൻ ഇനി ഒരു ഡയറ്റീഷ്യനെ കണ്ടുപിടിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു, ഇത് എന്ത് ഡയറ്റാണ്? എവിടെയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നോ പറഞ്ഞിട്ടുള്ളത്? വെജിറ്റബിൾസിലാണ് ഒരുവിധം എല്ലാ സോഴ്സ് ഓഫ് വൈറ്റമിൻസ്, ഫൈബേഴ്സ്, അയേൺ ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അതൊന്നും വേണ്ട, വെറും ചിക്കനും മട്ടനും മതി. ഇത് എന്ത് ഡയറ്റാണ്? ഇനി നിങ്ങളുടെ ഹെൽത്ത് കൺസേൺ മനസ്സിലാക്കിയിട്ടായിരിക്കാം, മേ ബി ഇവർ ഏജ്ഡ് ആയതുകൊണ്ട് ഇവർക്ക് ഇവരുടേതായ ഹെൽത്ത് കൺസേൺ ഉണ്ടാവാം. എന്നാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി കഴിക്കുക, ഈ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, സിട്രസ് ഫ്രൂട്ടൊക്കെ കഴിക്കുക. ദറ്റ്സ് ഗുഡ് ഫോർ യു ഹെൽത്ത്. ഞാൻ ഭയങ്കര ഷോക്ക്ഡായി ഈ ഡയറ്റ് കേട്ട സമയത്ത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഡയറ്റ് കാണുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡയറ്റ്സ് ഫോളോ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. കീറ്റോ ഡയറ്റ് ആണെങ്കിലും ഇനി ആപ്പിൾ ഡയറ്റ് ആണെങ്കിലും വെറും എഗ് ഡയറ്റ് ആണെങ്കിലും ഇതൊന്നും ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. കലോറി കുറയ്ക്കുക, പക്ഷെ വേണ്ട ന്യൂട്രിയൻസ് ബോഡിയിൽ കിട്ടണം എന്നാണ് നമ്മളുടെ എല്ലാ ഡയറ്റീഷ്യനും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്.
പക്ഷെ ചിക്കനിന് മാത്രം ഇത്രമാത്രം ഇത് കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു 3 നേരം അതെ. പിന്നെ ബാക്കിയുള്ള ചില ആളുകൾക്ക് ഈ കല്ലുകടി എന്തിനാന്നേ? സന്തോഷമായി ജീവിക്കുന്നോണ്ടാണോ? അല്ല അവര് പറഞ്ഞോട്ടെ. കുഴപ്പമില്ല. എനിക്ക് എവിടെ ഏശാനല്ലേ? അല്ല നമ്മൾ പ്രതികരിക്കാൻ പോയി, എന്നിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ അജിൻ പറഞ്ഞ കണക്ക് ഇത് നമ്മളെ ഫാമിലി അല്ല, നമ്മളെ റിലേറ്റീവ് അല്ല, നമ്മളെ നെയ്ബർ അല്ല, ഈവൻ നമ്മളുടെ നാട്ടുകാരല്ല. നമ്മൾ ഒരു വിധത്തിൽ അറിയാത്തവരെഴുതുന്നുണ്ട് എന്തെങ്കിലും പറയാം, നമ്മൾ പ്രതികരിക്കണമെന്നില്ല. കല്ലുകടി എന്തിനാണ്? ആർക്ക് കല്ലുകടി? ആര് കല്ലുകടി? ഒരു 60 വയസ്സിൽ കല്യാണം കഴിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഈ കപ്പിൾസിനെ കണ്ടിട്ട് നമുക്ക് എന്ത് കല്ലുകടി? ഇല്ലടോ, അങ്ങനെ നിങ്ങൾ കൂട്ടുകയേ ചെയ്യരുത്. ആൻഡ് പുള്ളി ലാസ്റ്റ് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ ഇതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കരുതായിരുന്നു. ചേച്ചി കാര്യമായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ മാഡം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ടേൺ ചെയ്യുന്നുണ്ട്. അവിടെ വ്ളോഗിൽ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞു. ആയിക്കോട്ടെ, എന്തിനാണ് സംസാരിച്ചത്? ആ ഒരു ചോദ്യം അജിൻ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ ചോദിക്കുന്ന സമയത്ത് ക്ലിയറായി പറയണമായിരുന്നു, എടാ വിട്ടേക്ക്, ഞാനിത് കെയർ ചെയ്യുന്നില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാനേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത വീഡിയോ ചിലപ്പം ജയപ്രകാശ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഏറ്റിട്ടുണ്ടാവില്ല. ഐ തിങ്ക് ജയപ്രകാശോ ജയകുമാർ, ആളെ ഏറ്റിട്ടുണ്ടാവില്ല, മേ ബി മറ്റേ ആളെ ഏറ്റിട്ടുണ്ടാവും. അതുകൊണ്ട് ഏക്കില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, ഏക്കും. അപ്പം ഇനി വീഡിയോ ചെയ്യുന്ന സമയത്ത് നന്നായി എഡിറ്റ് ചെയ്തിട്ട് പോവാണ്ട് നിൽക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പബ്ലിക്കലി അപ്ലോഡ് ചെയ്യാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അവർ പറയാനുള്ള അവർ പറഞ്ഞോട്ടെ. നമ്മളുടെ ജീവിതമാണ് ഇവർക്കുള്ള ആൻസർ. സന്തോഷകരമായുള്ള ജീവിതം, അതിനപ്പുറം ഒന്നുമില്ല. ഒരു മനുഷ്യ ആയുസ് ശരാശരി ഞാൻ മനസ്സിലാക്കിയത് 36,000 ദിവസമാണ്. അതെ. അപ്പൊ അതിൽ പകുതിയോളം നമ്മുടെ പകുതി കൂടുതൽ കഴിഞ്ഞു. ഇനി പകുതി നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഒരു വിവാഹം കഴിച്ചതെന്ന് വെച്ചാൽ ഒരു കമ്പാനിയൻഷിപ്പില്ല, സങ്കടത്തിലും സന്തോഷത്തിലും നമുക്കൊരു പങ്കാളി, ഒരു തുണ. അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. അപ്പൊ അതിന് ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ നമ്മളെ ക്രൂശിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. പട്ടിണിക്കിടുകയാണ്, വേലക്കാരിയാണ് ആവശ്യം, ഒരു ഭാര്യ അല്ലായിരുന്നു ആവശ്യം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ ചില കമന്റുകൾ വരുന്നത്, ഈ വയസ്സനാം കാലത്ത് കല്യാണം കഴിക്കാൻ ഇവർക്ക് ഭ്രാന്താണോ, അല്ല അനാഥ മന്ദിരത്തിൽ പോയി കിടന്നാൽ പോലെ, ഇങ്ങനെ കമന്റുകൾ വരുമ്പോൾ നമ്മൾ എത്ര ആണെങ്കിലും മനസ്സുകൊണ്ട് വേദനിക്കത്തില്ലേ ചേച്ചി? തീർച്ചയായിട്ടും വേദനിക്കും. എൻ്റെ മക്കള് 2 പേർക്കും ബാധ്യത ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അമ്മയുടെ താല്പര്യമല്ല, അവർക്കിപ്പോൾ സന്തോഷമായി, എങ്ങനെയെങ്കിലും ബാധ ഒഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ്. എൻ്റെ മക്കൾക്ക് അവരങ്ങനെയുള്ള മക്കളല്ല. എൻ്റെ മക്കളായാലും മരുമോനായാലും എല്ലാവരും എൻ്റെ മക്കൾ തന്നെ. അവർക്ക് എന്നെ അങ്ങേയറ്റം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പം, ഞാൻ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലി ഈ തരത്തിലുള്ള കമൻസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഈ പോയിന്റ് വരെ കുറ്റം പറയുന്നില്ല. ഈ ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിഗതമായിട്ടുള്ള താല്പര്യമാണ്. അവർക്ക് ആരെയാണോ കല്യാണം കഴിക്കാൻ തോന്നുന്നത് അവർ കല്യാണം കഴിച്ചോട്ടെ, ജീവിച്ചോട്ടെ. ഞാൻ ഈ നിമിഷം വരെ ഇവരുടെ വിവാഹത്തെക്കുറിച്ചിട്ടൊന്നും ഞാനിവിടെ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ ടോപ്പിക്കേ എടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ബാക്കോട്ട് പോയി നോക്കിയാൽ ഞാൻ ഇവരുടെ ടോപ്പിക്കേ സംസാരിച്ചിട്ടില്ല. ഞാനിപ്പം ഈ ടോപ്പിക്ക് സംസാരിക്കാനുള്ളതിൻ്റെ മെയിൻ റീസൺ ഈ ഇൻ്റർവ്യൂ ആണ്. ഈ ഇൻ്റർവ്യൂവിൽ ചെയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങളിലോട്ട്, ഈവൻ റിയാക്ഷൻ വീഡിയോക്കാരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റുകാരെന്ന രീതിയിൽ പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം എനിക്ക് കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഏത് രീതിയിലാണ് ഇവരിപ്പോൾ ഈ ഒരു വിഷയത്തെ മെഴുകുന്നത് എന്നുള്ള കാര്യം കൂടെ കൺവേ ചെയ്യണമായിരുന്നു. അല്ലാണ്ട് ഈ തരത്തിലുള്ള കമൻസോ കാര്യങ്ങളൊന്നും ഇവൻ ഞാൻ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ എല്ലാവരുടെ വീഡിയോസും പോയി ഇരുന്നിട്ട് നിങ്ങളുടെ വീഡിയോൻ്റെ താഴെ വരുന്ന എല്ലാ കമൻറ്റും അല്ല ആ കമൻറ്റിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം എനിക്ക് എടുക്കാൻ പറ്റില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട് അല്ലെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ള ഒരു സാധനം എടുത്ത് അമ്മി എങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ എനിക്കത് പറയാൻ പറ്റും. അല്ലാത്തടത്തോളം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വീണ്ടും ഞാനിനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. കാരണം ഇവർ ഈ പറയുന്ന സാധനത്തെ വീണ്ടും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ കപ്പിൾസിനടുത്ത് അല്ലെങ്കിൽ ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ അടുത്ത് ആദ്യം ടോപ്പിക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമതൊരു കാര്യം, സോഷ്യൽ മീഡിയ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം പിന്നെ ഈ റിയാക്ഷൻ വീഡിയോക്കാരെ കുറ്റം പറയുന്നതിന് മുമ്പ് അവർ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇരുന്ന് കാണാനും ശ്രമിക്കുക. ആൻഡ് അജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വാട്ട് ഈസ് തംബ്നെയിൽ, വാട്ട് ഈസ് ടൈറ്റിൽ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഒരു ക്ലിക്ക് ബൈറ്റ് സാധനമാണ് തംബ്നെയിൽ. അത് ഈ സീരിയൽ തൊട്ടിട്ട് സിനിമേൻ്റെ ട്രെയിലറിൽ വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി തംബ്നെയിൽ എഴുതി വെക്കുന്ന സാധനം കൊണ്ടല്ല നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിനെ അനലൈസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ ടൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ ടൈറ്റിലും കാണാൻ പറ്റും. ചില ഇൻ്റർവ്യൂസിൽ കാണാൻ പറ്റും ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ ചീത്ത പറഞ്ഞു പോകുന്നത്. നമ്മൾ വീഡിയോയിലോട്ട് കയറി നോക്കുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇത്.
അത് നന്നായിട്ട് അജിനെ അറിയാം. ആൻഡ് വീഡിയോസ് ഇരുന്ന് കാണുക, കണ്ടിട്ട് ആരെയും മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അതെടുത്ത് സംസാരിക്കുക, അല്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ അടിച്ചേൽപ്പിക്കുകയല്ല. ആൻഡ് ഈ വിഷയത്തിൻ്റെ സ്റ്റാർട്ടിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ടു ദ കപ്പിൾസ്, നിങ്ങൾ ജീവിക്കൂ, നിങ്ങൾ ഹാപ്പിയായി ജീവിക്കൂ, അടിപൊളിയായി ജീവിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല, പരിഭവമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഹാപ്പിയാണ്, ദാറ്റ് മാറ്റേഴ്സ്. ആൻഡ് സെക്കൻഡ് തിങ്, സോഷ്യൽ മീഡിയ ഇസ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനാവും. ഇനി ഒന്നെങ്കിൽ പറയാണ്ടിരിക്കുക, അല്ലെങ്കിൽ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയുക, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സും കൂടെ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഈ യൂണിവേഴ്സ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.